പാഠം 1027 19ാമത്തെ അടവ്. മലയാളികൾക്കിടയിൽ വിവാഹമോചന കേസ് കൂടി വരുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുണ്ടായ തകർച്ച സമൂഹത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ കരുതുന്നു. നീ പത്രം വായിച്ചോ ഭാമേ? മലയാളികൾക്കിടയിൽ വിവാഹമോചന കേസ് കൂടി വരികയാണ്. അതിനെന്താ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയും, അത്രയല്ലേ ഉള്ളൂ. കൊള്ളാം, എത്ര എളുപ്പത്തിൽ തീർന്നു. സത്യത്തിൽ ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണം എന്താണ് എന്ന് നിനക്കറിയാമോ ഭാമേ? പണ്ടൊക്കെ പെണ്ണുങ്ങൾ അടുക്കള ജോലി നോക്കി വീട്ടിയിരിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഉദ്യോഗവും ശമ്പളവും ഒക്കെ ആയില്ലേ. അപ്പോ അതിന് അഹങ്കാരം കാണും, ഭർത്താവിനെ ബഹുമാനിക്കില്ല. പിന്നെ എങ്ങനെയാ കുടുംബം തകരായിരിക്കുന്നത്? വെറുതെ പെണ്ണുങ്ങളെ മാത്രം അങ്ങനെ കുറ്റം പറയല്ലേ മോനേട്ടാ. ഞാനൊരു പെണ്ണല്ലേ, ഉദ്യോഗമുണ്ട്, ശമ്പളം ഉണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ബഹുമാനക്കുറവ് മോഹനോട് കാണിക്കാറുള്ളത്? സത്യത്തിൽ മോഹനേട്ടനെ പോലൊരാളെ ഇത്രയും കാലം സഹിച്ച് എനിക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം തരേണ്ടതാണ്. ഞാൻ ഒന്നും പറയുന്നില്ലേ, കാരണം എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. മോഹനേട്ടൻ ചായയും കുടിച്ച് ഇവിടെ ഇരുന്ന് പത്രം വായിച്ചോണ്ടിരുന്നോ. ഇതുപോലുള്ള പലവിധ കണ്ടുപിടുത്തങ്ങളുണ്ടാവും ഈ പത്രത്തിനകത്ത്. നമസ്കാരം സർ. നമസ്കാരം. എന്താ കേശവൻകുട്ടി? പുഷ്പാങ്കദൻ ചേട്ടൻ പറഞ്ഞു വിട്ടതാ. സ്ഥലം അളക്കാൻ വരെ സാറിന് എന്താ സൗകര്യം എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു 12 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓ ശരി സാർ. സാറേ, പക്കിനില്ലേ സാർ ഇവിടെ? ഉണ്ട്. അല്ല, ഈ മുറ്റമൊക്കെ എങ്ങനെ കിടക്കുന്നോണ്ട് ചോദിച്ചതാ. മുറ്റം തൂക്കാറൊന്നുമില്ലേ സാറേ? ഭാവിക്ക് അടുക്കള നല്ല തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ടാ മുറ്റം തൂക്കാറുള്ളത്. ഓ ശരി സാർ. ഇവളെന്നെ നാണം കെടുത്തി അടങ്ങും. എന്താണ് നിന്റെ ഉദ്ദേശം? കഴിക്കാനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണോ ഒരു വീട്ടിൽ ആദ്യം ചെയ്യേണ്ട കാര്യം? എന്നെ നാണം കെടുത്താൻ കച്ചയിട്ട് ഇറങ്ങിയിരിക്ക. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. മുറ്റത്ത് മുഴുവൻ ഇല, ചപ്പ്, ചവറുകൾ. ഇതുവരെ അതൊന്ന് അടിച്ചു വൃത്തിയാക്കാൻ സമയമില്ലാത്ത എന്താ? അതായിരുന്നു ഇത്ര വലിയ കാര്യം. മോഹനേട്ടൻ 9:30 കഴിയുമ്പോ ഓഫീസിൽ പോണ്ടേ? കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മുറ്റം അടിച്ചോളാം. അതുകൊണ്ട് എന്താ പ്രയോജനം? ആ കേസും കൂടി എന്നോട് ചോദിച്ചതെന്ന് അറിയാമോ? അതെ സാറേ, ഇവിടെ മുറ്റത്തടിക്കാറില്ലേ, വക്കീലിവിടെ ജോലി എന്ന്. വക്കീലിന്റെ ജോലി മുറ്റൊടിക്കലാണോ? കേസ് വാദിക്കാനല്ലേ? നീ വക്കീൽ മാത്രമല്ലല്ലോ, എന്റെ ഭാര്യയും കൂടിയല്ലേ. അപ്പോ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വവും നിനക്കുണ്ട്. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ മുറ്റൊടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം റെഡിയാകാൻ വൈകും. 9:42 എന്നൊരു സമയം ഉണ്ടെങ്കിൽ മോഹനേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതല്ലേ? അതിനും താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിനും ചീത്ത കേൾക്കണ്ടേ? അതുകൊണ്ട് അടുക്കളപ്പണി കഴിഞ്ഞിട്ടേ മുറ്റമടിക്കുന്നുള്ളൂ. ചെല്ലാതെ ആരാണ് നോക്ക്. എനിക്ക് മനസ്സില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ഉപകാരം ചെയ്തേക്കല്ലേ, സകലതിനും ഞാൻ തന്നെ വേണം. ഹലോ, സത്യഭാമയല്ലേ? അതെ, ഞാൻ മീനാക്ഷിയാണ്, പുത്തമ്പരക്കല്ലേ. ആ മീനാക്ഷി ചേച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കണം ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. എന്തായി കാര്യങ്ങള്? സംസാരിച്ചു നോക്കി, പക്ഷേ നഷ്ടപരിഹാരം തരാനൊന്നും അവര് തയ്യാറല്ല. ആഹാ, വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാനാ അവര് പറഞ്ഞത്. ഓ, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെന്ന് ഞാനും കരുതി. നമുക്ക് കേസ് ഫയൽ ചെയ്യാം സത്യഭാമേ. ശരി, ഞാൻ 10 കഴിയുമ്പോ ഓഫീസിലുണ്ടാവും. ചേച്ചി അങ്ങോട്ട് വന്നാ മതി. എനിക്ക് അമ്മയും കൊണ്ട് 10 മണിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോണം. ആഹാ, ഞാൻ സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നാ ബുദ്ധിമുട്ടാവോ? ഓ, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. 10 മണി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനേ അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വരാം. സത്യഭാമയെ കണ്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി ടോക്കൺ എടുക്കുകയും ചെയ്യാം. ശരി. പുത്തുമ്പരയ്ക്കലെ രാജേന്ദ്ര സാറിന്റെ ഭാര്യ മീനാക്ഷി ചേച്ചി ആയിരുന്നു വിളിച്ചതേ.
അവരുടെ തൊട്ടടുത്ത പുരയിടത്തിലെ ഒരു മരം വീണ് അവരുടെ മതിൽ മുഴുവൻ ഇടിഞ്ഞു പോയെന്ന്. മതിൽ കെട്ടിത്തരാൻ പറഞ്ഞപ്പോ അയൽക്കാരൻ പറഞ്ഞു കൊണ്ടുപോയി കേസ് കൊടുത്തോളാൻ. രാജേന്ദ്ര സാർ ഒരു പാവമായതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാന്ന് അയാൾ കരുതിയിട്ടുണ്ടാവേ. പക്ഷെ മീനാക്ഷി ചേച്ചി ആരാ മോള്, അവരെ അങ്ങനെ വല്ലതും പേടിപ്പിക്കാൻ പറ്റുമോ? തണുത് അപ്പൊ നിനക്ക് മുറ്റമടിക്കാൻ നേരം ഉണ്ട്. കുറച്ചു മുമ്പ് നീ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. മീനാക്ഷി ചേച്ചി ഇപ്പൊ വരില്ലേ? അപ്പൊ മുറ്റം എന്നെ വൃത്തികേടായി കിടന്നിട്ടുണ്ടെങ്കിൽ അതാകെ നാണക്കേടാവില്ലേ? അത് ശരി. എന്നെ കാണാൻ ഒരാൾ വന്നപ്പോൾ ഈ മുറ്റം വൃത്തികേടായി കിടന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരുന്നത് കേട്ടപ്പോ നീ ചൂല് കൊടുത്തോണ്ടങ്ങ് ഇറങ്ങി. കൊള്ളാ. എന്റെ മാനം പോകാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഈ മുറ്റം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മീനാക്ഷി എന്ത് കരുതും? നിന്റെ മാനം പോകാതെ നോക്കാൻ നിനക്കറിയാം. എന്റെ മാനം പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. മീനാക്ഷി വരുന്നു എന്ന് കേട്ടപ്പോ മോനടാ പോയി മുറ്റം നോക്ക് എന്ന് പറയല്ലോ ഞാൻ ചെയ്തത്. ഞാൻ തന്നെ തൂത്തോണ്ടിരിക്കല്ലേ. മോഹനേട്ടന്റെ മാനം പോകരുതെന്നുണ്ടായിരുന്നെങ്കിൽ മോഹനേട്ടൻ തന്നെ തൂത്തോളണമായിരുന്നു. ഈ ചൂലെടുത്ത് ഇങ്ങനെ മുറ്റമടിക്കാൻ ആർക്കും പറ്റുന്ന കാര്യ. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ആണുങ്ങൾ മുറ്റമടിക്കാറുണ്ടോ? എല്ലായിടത്തും പെണ്ണുങ്ങളാ. എന്നാര് പറഞ്ഞു? എത്ര വീട്ടിലെ കാര്യങ്ങൾ മോഹനേട്ടൻ അറിയാം? എനിക്ക് പരിചയമുള്ള ഒരൊറ്റ വീട്ടിലും ആണുങ്ങൾ മുറ്റമടിക്കാറില്ല. അപ്പുറത്തെ വിലാസിനെ എല്ലാ ദിവസവും മുറ്റടിക്ക് നീ കാണുന്നില്ലേ? വിലാസിനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്റെ അവസ്ഥ അതാണോ? ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ വീട്ടു ജോലികളൊക്കെ തീർത്തിട്ടാണ് ജോലിക്ക് പോകാറുള്ളത്. ഇന്നലെ ആഫീസിൽ വെച്ച് കാഞ്ചനയും സ്വയംപ്രഭയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് വൈകി കാഞ്ഞ സാറേ. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും സമയത്ത് നടന്നില്ല. ചോറ് വയ്ക്കാതെ ഞാൻ പോകുന്നത്. പ്രഭയ്ക്ക് എന്താ പ്രശ്നം? വീട്ടിലെ അമ്മയുണ്ടല്ലോ, അത്യാവശ്യം അടുക്കള കാര്യങ്ങളൊക്കെ അമ്മ നോക്കില്ലേ? അമ്മയ്ക്ക് സുഖമില്ല, അതല്ലേ പ്രശ്നം. എന്തായാലും ഇന്നൊരു ദിവസം അമ്മ തന്നെ ചോറ് വെക്കേണ്ടി വരും. സത്യം പറഞ്ഞ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെ ഭാഗ്യം ചെയ്തവരാ. വീട്ടുജോലി അത്രയും കുറയുമല്ലോ. എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ വന്നാ പേടിക്കാനും ഇല്ല. സ്വന്തം അമ്മയും വീട്ടുകാരും അല്ലേ, അവരതങ്ങ് ക്ഷമിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ കഷ്ടകാലം. കെട്ടിയോന്റെയും വീട്ടുകാരുടെയും ഇഷ്ടത്തിന് വേണം നമ്മൾ പെരുമാറാൻ. നിസ്സാര കുറ്റം വല്ലതും കണ്ടുപിടിച്ച പിന്നെ വഴക്കായി. വീട്ടിലെ സകല ജോലിയും ഒറ്റയ്ക്ക് ചെയ്തു തീർത്തിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു ചെറിയ സഹായത്തിന് പോലും ആരുമില്ല. പ്രഹ്ലാദ സാർ സഹായിക്കില്ലേ? കാലം മാറി കാഞ്ഞ സാറേ. വീട്ടുജോലിയിൽ ഭാര്യമാരെ സഹായിക്കേണ്ടത് ഭർത്താക്കന്മാർ. അതൊന്നും ശരിയാവില്ല. പ്രഹ്ലാദൻ ചേട്ടനെ കൊണ്ട് പാത്രം കഴിക്കാനും മുറ്റം അടുപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. വല്ലവരും കണ്ടോണ്ടൊന്ന നാണക്കേടല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങളല്ലേ കുടുംബനാഥന്മാർ. ആ ബഹുമാനം നമ്മൾ പെണ്ണുങ്ങൾ കൊടുക്കണം. ഭർത്താവ് വീട്ടുജോലികൾ ചെയ്യുന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ അത് നാണക്കേടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാഞ്ചനയ്ക്കുണ്ട്. നിനക്ക് അതില്ല. ഭർത്താവ് വീട്ടുജോലി ചെയ്യുന്നത് ഒരു നാണം കെട്ട കാര്യമാണെന്ന് എന്തായാലും എനിക്ക് തോന്നില്ല. പെണ്ണുങ്ങൾക്ക് വീട്ടുജോലി ചെയ്യാമെങ്കിൽ ആണുങ്ങൾക്കും അത് ചെയ്യാം. നിന്നോട് പറഞ്ഞ ഒരു കാര്യമില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന നിനക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവേയില്ല. ഇപ്പൊ മോനേട്ടൻ എന്താ വേണ്ടത്? ഞാൻ മുറ്റമടിക്കരുത്. മീനാക്ഷി ചേച്ചി വരുമ്പോ ഇവിടെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, അങ്ങനെ നടക്കട്ടെ.
നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മീനാക്ഷി വരുമ്പോ ഇവിടത്തെ മുറ്റം വൃത്തികളായി കിടക്കണം. അപ്പൊ മീനാക്ഷി ചോദിക്കും, അയ്യോ എന്താ നിങ്ങൾ മുറ്റൊന്നും വൃത്തിയാക്കില്ലേ? അപ്പൊ നീ പറയും, ഈ വീടിന്റെ സകല ജോലി ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഈ മോഹനോട് എന്നെ സഹായിക്കില്ല എന്ന്. ഇതല്ലേ നിന്റെ ഉദ്ദേശം? അതെ. മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിനെ നാണം കെടുത്താൻ നോക്കുന്നത് ഒരു ഭാര്യയ്ക്ക് നല്ലതിനല്ല. മോഹനേട്ടൻ ഇങ്ങനെ മാറ്റി മാറ്റി പറയില്ലേ മോഹനേട്ടാ. മോഹനേട്ടൻ എന്നെ ഒരു വീട്ടുജോലിയിൽ സഹായിക്കില്ല എന്ന് ഞാൻ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നാണക്കേടാവുന്നത്? പെണ്ണുങ്ങളാണ് വീട്ടുജോലികൾ മുഴുവൻ ചെയ്യേണ്ടതെന്നല്ലേ മോഹനേട്ടൻ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത്? എന്താ ഉത്തരം മുട്ടിപ്പോയാ? മീനാക്ഷിയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വീട്ടുജോലികളിൽ അങ്ങേരെ സഹായിക്കാറുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാമല്ലോ. മീനാക്ഷിയുടെ വീട്ടിലെ കാര്യം നമ്മളുടെ കാര്യം. ഇത് നമ്മുടെ വീടാ. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ല, മോഹനേട്ടൻ. മോഹനേട്ടൻ മാത്രം. എല്ലാ തീരുമാനങ്ങളും മോഹനേട്ടനെ മാത്രമാണ്. ഒരു ജോലിയും ചെയ്യാതിരിക്കാനുള്ള കാര്യം മോഹനേട്ടൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരും. വീട്ടുജോലി ആണുങ്ങൾ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസറാവുമ്പോ ഒട്ടും പാടില്ല എന്നൊക്കെ. ആണുങ്ങൾ വീട്ടുജോലി ചെയ്തു നിർത്തി ആകാശം തിരിഞ്ഞു വീഴാൻ പോകുന്നില്ല. സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നതിന് നാണക്കേട് വിചാരിക്കേണ്ട കാര്യം എന്താണ്? ഉത്തമ വിളിക്കുന്നു, ചെല്ല്. നമസ്കാരം സാർ. നമസ്കാരം. ആ വേലാചേട്ടന്റെ സ്ഥലമളക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണേ. ആദ്യം തീരുമാനമാകേണ്ടത് ഇവിടെ മുറ്റമടിക്കുന്ന കാര്യത്തിലാണ്. മുറ്റമടിക്കുന്ന കാര്യത്തിലാ? രാവിലെ മുറ്റമടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവൾ പറയുകയാണ് ഞാൻ മുറ്റമടിക്കണമെന്ന്. അത് ഇവിടുത്തെ ന്യായമാണ്. ഉത്തമന്റെ വീട്ടിലെ മുറ്റമടിക്കുന്ന ആരാണ്? അതിപ്പോ സാറേ ചിലപ്പോ അമ്മ മുറ്റമടിക്കും, ചിലപ്പോ അനിയത്തി മുറ്റമടിക്കും, ചില ദിവസം ഞാനും മുറ്റമടിക്കും. ഉത്തമൻ മുറ്റമടിക്കുവോ? ഓ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല സാറേ. ആര് ചെയ്താലും എന്ത് കാര്യം നടന്ന പോരെ. ഇപ്പൊ ഉത്തമൻ ഈ പറഞ്ഞതാണ് കാര്യം. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ വീട്ടുജോലികളിൽ ഭാര്യയെ സഹായിക്കും. അതില്ലാത്ത മൊരടന്മാർ സിദ്ധാന്തം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സാറേ നമ്മുടെ സപ്ലൈ ഓഫീസിലെ കേശവ സാർ എല്ലാ ദിവസവും മുറ്റടിക്കുന്നത് ഞാൻ കാണും. ഞാൻ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരം സാർ എന്നും ഇങ്ങനെ മുറ്റടിച്ചോണ്ട് നിൽക്കായിരിക്കും. സാറേ പിന്നെ വേലായുധൻ ചേട്ടന്റെ സ്ഥലത്തിന്റെ കാര്യം അളക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അല്ല സാറേ അങ്ങനെ പറയില്ലേ, ഞാൻ പറഞ്ഞത് മറ്റേ കേശവ സാറിന്റെ കാര്യമാണ്. ചേടാ വല്ല കാര്യമുണ്ട്? ബാക്കിയില്ല, ഭക്ഷണം പിടിക്കാൻ പോയി ഞാൻ വെറുതെ ആപ്പിലായി. ഇനിയിപ്പോ വേലായുധൻ ചേട്ടന്റെ അടുത്ത് എന്താന്ന് പറയായി? ഒന്നും പറയാൻ പറ്റില്ല ഉത്തമ. ഇതാ ഉത്തമൻ ഞാൻ പറയാറുള്ളത്, സാഹചര്യ സന്ദർഭവും നോക്കി സംസാരിക്കാൻ ഉത്തമൻ പഠിക്കണമെന്ന്. ഇപ്പൊ എന്റെ ഭക്ഷണം പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഉത്തമന്? അല്ലടാ അത് കൊള്ളാല്ല. ഉത്തമൻ പറഞ്ഞെന്താന്ന് കേട്ടായിരുന്നല്ലോ. ഈ നാട്ടിൽ മോഹനേട്ടൻ ഒഴിച്ചുള്ള സകല ആണുങ്ങളും വീട്ടുജോലികളിൽ ഭാര്യയെ സഹായിക്കാറുണ്ട്. അവർക്കൊന്നും അതിലൊരു നാണക്കേടും തോന്നാറില്ല. ഉത്തമൻ പറയുന്ന കാര്യം വിശ്വസിക്കുന്നു. മോഹനേട്ടൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി, വേറെ ഒന്നും വിശ്വസിക്കണ്ട. അതാവുമ്പോ സൗകര്യം ഉണ്ടല്ലോ, എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം നടക്കും. നീ ഇപ്പൊ എന്താ പറഞ്ഞിരുന്നേ? ഉത്തമൻ പറയുന്നത് പോലെ ഞാൻ മുറ്റമടിക്കുകയും പാത്രം കഴുകുകയും തുണിയലക്കുകയൊക്കെ ചെയ്യണമെന്നാണോ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് ഉത്തമനുള്ളതിനേക്കാൾ നിലയും വിലയും എനിക്ക് സമൂഹത്തിലുണ്ട്. എന്ത് നിലയും വില എന്നാണ്? സ്വന്തം ഭാര്യയുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ നാട്ടിൽ ഈ നിലയും വില ഉണ്ടായിട്ട് എന്താ മോഹനേട്ട കാര്യം? മീനാക്ഷേച്ചിയായിരിക്കും. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിനിടെ കയറി ആരും ഉണ്ടാക്കരുത്. നമസ്കാരം. ഇത്ര പെട്ടെന്ന് എത്തിയോ? രാവിലെ മോളെ ട്യൂഷന് വിടണമായിരുന്നു, അവിടുന്നാ ഞാൻ വിളിച്ചത്. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ചേച്ചി ഇരിക്കേ. ഇരിക്കേച്ചി. ഞാൻ രാവിലത്തെ കുറച്ച് തിരക്കിലായിരുന്നേ.
മോഹനേട്ടന് കൃത്യം 9:42 ആഫീസിലേക്ക് ഇറങ്ങണം. വലിയ കൃത്യനിഷ്ഠക്കാരന്. അതുകൊണ്ട് രാവിലെ എനിക്ക് നല്ല തിരക്കായിരിക്കും. സകല ജോലി തീർക്കണ്ടേ. ജോലിയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാ. മിക്കവാറും ആണുങ്ങൾ ഒരു സഹായവും ചെയ്യത്തില്ല. പിന്നെ കാര്യങ്ങൾ നടക്കണമല്ലോ എന്നോർത്ത് പെണ്ണുങ്ങൾ അങ്ങ് ക്ഷമിക്കും. അതെ അതെ. ഇതെന്താ മോനേഷ് സാറാണോ മുറ്റമടിക്കുന്നത്? അല്ല. എന്താ എന്താ മുറ്റടിക്കുന്നു എന്നത്തെ പോലെ? നീ കണ്ടില്ലേ ഭാമേ? മുറ്റം മുഴുവൻ ചപ്പും ചവറുവാ. ഇന്നലെ ഓരോരുത്തർക്ക് മുറ്റടിക്കാൻ സമയം കിട്ടിയില്ല. ഓ, അതിന്റെ ബാക്കി ഈ കാണുന്ന മുഴുവൻ. ഓ, അപ്പൊ മോഹനകൃഷ്ണ സാറാണല്ലേ എന്നും മുറ്റമടിക്കുന്നത്? അയ്യോ അല്ല. അല്ല, ഇവിടെ തൂത്ത് തീർത്തിട്ടുണ്ട്. എനിക്ക് റോഡൂടെ തൂക്കാൻ. എനിക്ക് നല്ല വൃത്തിയായിരിക്കണം എല്ലായിടത്തും. അതെ, അകത്തിരുന്ന് നമുക്ക് സംസാരിച്ചാലോ? പുറത്ത് നല്ല ചൂടുണ്ട്. ഇവിടെ ഫാൻ വർക്കാവുന്നില്ല. അവിടെ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അല്ല, അവിടെ ഇരിക്കുക. എവിടെ പോന്നു? ഇരിക്കേച്ചി. പറയൂ, കേസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഒന്നും പറയാതിരിക്കാ സത്യഭാമേ നല്ലത്. അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു വലിയ ആഞ്ഞിലിയാ വീണത്. ഓ, അത് കുറെ നാളായി ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞു കിടക്കുമായിരുന്നു. അത് വെട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുന്ന പല പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞതാ. അപ്പൊ പൗലേസേട്ടൻ പറഞ്ഞു, എന്റെ പറമ്പിലെ മരം ഞാൻ നോക്കിക്കോളാവുന്നു. പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തുടായിരുന്നോ? അതൊക്കെ കൊടുത്തു. അവര് ചർച്ചയ്ക്ക് വിളിക്കുമ്പോ പൗലോസേട്ടൻ എവിടെയെങ്കിലും പോവും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒടുവിൽ പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ച ദിവസം മരം വീണു. ഭാഗ്യം കൊണ്ട് മതിലേ പോയുള്ളൂ. കുറച്ചുകൂടെ മാറിയിരുന്നെങ്കിൽ വീട് മൊത്തം പോയേനെ. ഇതിലിപ്പം നമുക്ക് ചെയ്യാവുന്ന എന്താന്ന് വെച്ചാ, അയ്യോ ഈശ്വരാ. എനിക്കിതൊക്കെ വലിയ ഇഷ്ടാ. മോഹനേട്ടാ. എന്താ മോളെ എന്തായി കാണിക്കുന്നേ? ഈ തറയൊക്കെ തുടച്ചിട്ട് കൊറേ ദിവസം ആയില്ലേ? ശരി കഴിക്കാൻ പിന്നെ പോവൂല. അയ്യോ, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ തുടച്ചോളാം. അപ്പൊ വീടിനകത്ത് മോനിഷ് സാറാ എല്ലാ ജോലിയും ചെയ്യുന്നതല്ലേ? അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. നമ്മുടെ തുണിയൊന്നും ഇതൊരു അലക്കിട കേട്ടോ പാവമോളെ. എന്റെ 2 ഷർട്ടും ഒരു മുണ്ടേ ഉള്ളൂ. നിന്റെ ചുരിദാറും സാരിയൊക്കെ ഇല്ലേ? അതുകൂടെ എടുത്തത് ഞാൻ അലക്കിട്ടേക്കാം. അയ്യോ, സകല ജോലി സാറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണല്ലേ? പിന്നെ അല്ലാതെ. ഇത് കുറച്ച് കഷ്ടമാണ് സത്യഭാമേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നുമല്ലെങ്കിലും അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അങ്ങനെയല്ല മീനാക്ഷി, അങ്ങനെയല്ല ഇത്. മോനോട് അയ്യോ, വീട്ടിലൊരു അതിഥി തന്നാ ചായ കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ അതിഥി എന്ത് വിചാരിക്കും? അയ്യോ, എനിക്ക് ചായ വേണ്ട സാറേ. അത് പറഞ്ഞാ പറ്റില്ല. ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോയ പിന്നെ എങ്ങനെ? നിങ്ങളെ ചർച്ചയോടെ ഒന്നും മേടിക്കണ്ട. ചായ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഇവിടെ വന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിക്കാതെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇതുവരെ? 5 മിനിറ്റ് വരെ നല്ല ഒന്നാം തരം ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അടുക്കളയുടെ തുടയ്ക്കാനുണ്ട്.
ചുരുക്കി പറഞ്ഞ ഇവിടുത്തെ സകല ജോലിയും സാറാണ് ചെയ്യുന്നതല്ലേ? ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഞാനും ഇപ്പൊ വരാവേ. ഓ എന്താ മോഹനന്റെ ഉദ്ദേശം? എന്താ എന്തൊക്കെ കോപ്രായങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നെന്ന്? കോപ്രായോ? എന്തോ അഭിപ്രായം? നീയല്ലേ പറഞ്ഞത് വീട്ടിനുള്ളിൽ ഭാര്യമാരെ സഹായിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന്. ഞാൻ നിന്നെ സഹായിക്കാണ്. ഇതാണോ സഹായം? മീനാക്ഷിയുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനായി മോഹനയുടെ മനപ്പുറം കണ്ടുപിടിച്ച വഴികളിൽ ഇതല്ല. അവരെന്നോട് ചോദിച്ചെന്താണെന്നറിയാമോ? എന്താ? ഈ വീട്ടിലെ സകല ജോലി മോഹനട്ടാണോ ചെയ്യുന്നതെന്ന്. അങ്ങനെയാണ് വേണ്ടതെന്നല്ലേ നീ കുറച്ചു മുമ്പ് പറഞ്ഞത്. നാട്ടിലെ എല്ലാ വീടുകളിലും ആണുങ്ങൾ പെണ്ണുങ്ങളെ അടുക്കള ജോലി സഹായിക്കാറുണ്ട്. ഞാനും അങ്ങനെ ആകണമെന്ന്. ഞാൻ അതല്ലേ ചെയ്തുള്ളൂ. ഒരുമാതിരി ആൾ അപമാനിച്ചാണ് മോഹനട്ടെ സഹായിക്കുന്നത്. നീ ഇങ്ങനെ തരത്തിന് മാറ്റി പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം പറയുന്നു ഒരു ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പറയുന്നു ഭർത്താവ് ഭാര്യയെ സഹായിച്ച അത് നാണക്കേടാണ്. അല്ല, ഞാനിപ്പോ എന്താ വേണ്ടത്? ചായ വെക്കണോ അതോ? മോഹനട്ടന്റെ മനസ്സിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ മോഹനട്ട ഇപ്പൊ ഇവിടെ കണ്ടതെല്ലാം മീനാക്ഷി പുറത്തിറങ്ങി നാട്ടുകാരോട് പറയും. അതോടെ ഈ വില്ലേജ് ഓഫീസറുടെ മാനം അങ്ങ് പോവും. ഒരാളും വിശ്വസിക്കില്ല. മീനാക്ഷി കള്ളം പറയുന്ന ആളുകൾ വിചാരിക്കും. നീ പോയി കേസിനാരെ സംസാരിക്കുക. അപ്പോഴേക്കും ഞാൻ ഈ ചായ ഉണ്ടാക്കട്ടെ. ചായ മോഹനട്ടൻ ഉണ്ടാക്കാൻ അതെന്താ കുഴപ്പം? അത് കുടിച്ച് അവരെ ആശുപത്രിയിലായിട്ടുണ്ടെങ്കിൽ കേസ് പറയേണ്ടി വരില്ലേ? അതാര് പറയും? എന്നാ പോയി കാര്യം ചെയ്യാം. ചായ ഉണ്ടാക്ക. അവിടേക്ക് ഞാൻ മുറിയൊക്കെ തുറച്ചു വൃത്തിയാക്കട്ടെ. ഇതാതിന്റെ കുഴപ്പം. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവ ഇനി മുതൽ ഒന്നും ചെയ്യില്ല. വേണ്ട. തർക്കം ജയിക്കാനായി എവിടെ വരെ പോകാനും വില്ലേജ് ഓഫീസർ മടിക്കില്ല എന്ന് വക്കീലിനും അറിയാം. ഇന്ന് കാണിച്ച ആത്മാർത്ഥതയുടെ പകുതി എല്ലാ ദിവസവും കാണിച്ചിരുന്നെങ്കിൽ സത്യഭാമ മോഹനകൃഷ്ണനോട് ഒരിക്കലും പിണങ്ങില്ലായിരുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.